إن الحمد لله وصلي وسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ അൽ-അംബിയ 96-ാമത്തെ വചനത്തിന്റെ വിശദീകരണം ഹത്താ ഇദാ ഫുതിഹത് ഹത്താ ഇദാ അങ്ങനെ തുറന്നുവിടപ്പെട്ടാൽ യഅജൂജു വമഅജൂജു അജൂജും മഅജൂജിനെയും തുറന്നുവിടപ്പെട്ടാൽ അന്ത്യനാളിന്റെ അടയാളമായി അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നതാണ് അജൂജും മഅജൂജും. ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ജനങ്ങളുടെ കൂടെ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് യഅജൂജ് മഅജൂജ് പുറപ്പെട്ടു വരിക എന്ന് ചില ഹദീസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അവർ എല്ലാ കുന്നുകളിൽ കൂടിയും ഓടി വരുന്നതാണ്. അവർ എല്ലാ കുന്നുകളിൽ കൂടിയും അവർ ഓടി വരുന്നതാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ചടിമറിഞ്ഞുകൊണ്ട് ഗ്രാമാന്തരങ്ങളിൽ ലോകത്തിന്റെ സകലമാന കോണുകളിലേക്കും അവർ ഓടി വരുന്നതാണ്. അത് മാത്രമല്ല ഭൂമിയിൽ കുഴപ്പങ്ങളും നാശങ്ങളും വിതക്കുന്നതാണ്, പലരെയും അവർ കൊലപ്പെടുത്തുന്നതാണ് എന്നൊക്കെയും ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇതാണ് യഅജൂജ് മഅജൂജിനെ പറ്റിയുള്ള വിശദീകരണം. ഇത് സൂറത്ത് കഹ്ഫിലും പലതരത്തിലും വിശദീകരിച്ചിട്ടുണ്ട്. ദുൽഖർനൈനിയോട് യഅജൂജ് മഅജൂജിനെ തടുത്തു നിർത്താൻ വേണ്ടി പ്രത്യേക തരത്തിലുള്ള മതിൽ നിർമ്മിക്കാൻ ആ നാട്ടുകാർ ആവശ്യപ്പെടുകയും അങ്ങനെ ആ മതിൽ നിർമ്മിക്കപ്പെടുകയും ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിനറിയാം അതിന്റെയൊക്കെ യാഥാർത്ഥ്യം സത്യം അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. എന്നാൽ ചിലർ വിശദീകരിക്കുന്നത് പോലെയല്ല യാഥാർത്ഥ്യം. അതൊക്കെ യഅജൂജും മഅജൂജും ഒക്കെ വന്നു കഴിഞ്ഞു പോയിരിക്കുന്നു. അവർ മുഗളന്മാരും തർത്താരികളുമാണെന്നൊരു വിശദീകരണമുണ്ട്. അത് പിഴച്ച ആശയക്കാരുടെ വിശദീകരണമാണ്. അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. യൂറോപ്യന്മാരാണ് യഅജൂജ് മഅജൂജ് എന്ന് ചില ആധുനികരായ ചില ആൾക്കാർ വിശദീകരിച്ചു കാണുന്നു. അത് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. കാരണം ഹദീസുകളിൽ കൃത്യമായി വന്നിട്ടുണ്ട്. അന്ത്യനാളിന്റെ 10 അടയാളങ്ങളുമായി ബന്ധപ്പെട്ടാണ് അത് വിശദീകരിക്കുന്നത്. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്താണ് യഅജൂജ് മഅജൂജ് തുറന്നുവിടപ്പെടുക എന്നും ഹദീസുകൾ കാണുന്നു. ഇതിന്റെയൊക്കെ പൂർണ്ണമായ വിശദീകരണം അല്ലാഹുവിന് മാത്രമേ അറിയൂ. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് വിശദീകരിച്ചു പറയാനുള്ളത്. സത്യമായി മനസ്സിലാക്കുന്ന സജ്ജനൻ നമ്മെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.